അപ്പോൾ എന്താ സംഭവിച്ചത്? മസിൽ കുറഞ്ഞു എന്നുള്ള ഒരു അപകടം. അതിനേക്കാൾ വലിയ അപകടം കുറഞ്ഞ മസിലിനേക്കാൾ കൂടുതൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടി. അപ്പോൾ അതിനേക്കാൾ അപകടം. അപ്പോൾ ഇരട്ടി അപകടമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ മസിൽ കൂട്ടാനുള്ള പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെട്ടാലോ, എപ്പോഴും ഫിറ്റ്നസ്സിനായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്ത് ഗുണം? നമുക്കറിയാം, നമ്മൾ ഫിറ്റ്നസ് ആയിട്ട് ചെയ്യുമ്പോൾ എന്തായാലും എക്സർസൈസുകളും ബോഡി ആക്ടിവിറ്റീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു മസിൽ വലുതാവും. അതിനപ്പുറം നമ്മുടെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ മസിൽ കൂട്ടാം, ഈ ഡീഗ്രോത്തിനെ തടയാം, അല്ലെങ്കിൽ ഉള്ള മസിലിനെ നമ്മളെങ്ങനെ വലുതാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് എങ്ങനെ നല്ല മസിൽ അനുപാതത്തിൽ നിർത്താം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ബോഡി ബിൽഡ് ചെയ്യാം. ഞാൻ വളരെ മെലിഞ്ഞൊരു വ്യക്തിയാണ്, എനിക്ക് എങ്ങനെ എൻ്റെ മസിൽ വലുതാക്കി ബോഡി ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വളരെ പൊണ്ണത്തടിയനാണ്, എൻ്റെ ശരീരത്തിൽ കൂടുതൽ ഫാറ്റാണ്, അത് മാറ്റിയിട്ട് എനിക്ക് എൻ്റെ ശരീരം മസിലാക്കി മാറ്റണം, എനിക്കത് എങ്ങനെ ചെയ്യാം. ഇതിനെല്ലാം നമുക്ക് ഒരു പ്രതിവിധി ഉണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ്, അഥവാ PRT എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഒരു പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ് കൊണ്ട് നമ്മുടെ മസിലിനെ നമുക്ക് വലുതാക്കാൻ സാധിക്കും. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അങ്ങനെയൊക്കെയാണ് ഈ മസിൽ ഒക്കെ. ഇത് എൻ്റെ ബൈ ബർത്ത് അല്ലെങ്കിൽ നേച്ചറായിട്ടുള്ള മസിൽ അല്ല ഇത്. ഞാനിത് പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്ത് വലുതാക്കിയതാണ് ഈ മസിൽ. ഈ മസിൽ ഈ കാണുന്ന എല്ലാം പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്തിട്ട് അതാണ് നമ്മുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയും. അതായത് മലയാളത്തിൽ പറഞ്ഞ പുരോഗമന പ്രതിരോധ പരിശീലനം. പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്താണെന്നുള്ളത് അതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ആണ് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.